ഇന്നലെ ചോറ് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോഴത്തേനും ഒരു വിസിലധികം അടിച്ചിട്ട് ചോറ് കുറച്ച് വേവ് കൂടിപ്പോയിട്ടോ. മട്ട അരിയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷെ മട്ട അരി നന്നായി വെന്തു. അപ്പോൾ ചോറ് വാർത്തപ്പോഴും അതെന്തായി കഞ്ഞി പോലെയായി. അതുകൊണ്ട് ഞാൻ അച്ചൂസ് ഇന്നലെ വല്ലാതെ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ചോറ് ബാലൻസ്. പിന്നെ അത്രയും ചോറ് കളയാൻ പറ്റുമോ, എന്ത് ചെയ്യും? അപ്പോൾ ഞാനൊരു ഐഡിയ ചെയ്തു. ഞാൻ ആ ചോറിൽ കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കൂട്ടി അങ്ങ് തിരുമ്മി. കുറച്ച് ജീരകമൊക്കെ ഇടണമായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. ഈ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കൂട്ടി തിരുമ്മിയിട്ട് ഓരോ ഉണ്ടയാക്കിയിട്ടാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അറിയോ, ഉണങ്ങാൻ വെച്ചു. മറ്റേ എവിടെ നോക്കുമ്പോൾ ഉണങ്ങാൻ വയ്ക്കാൻ സ്ഥലമില്ല. നമ്മളിവിടെ വീട്ടിലില്ലല്ലോ, അപ്പോൾ മുറ്റത്ത് വെച്ചിട്ട് പോകാനും പറ്റില്ല, വല്ല ജീവികളും തിന്നില്ലേ. അപ്പോൾ ഉണങ്ങാൻ പിന്നെ എവിടെ വയ്ക്കും? പിന്നെയാണ് ഐഡിയ തോന്നിയത്. ആ ഷീറ്റിൻ്റെ മേലെ കയറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം അല്ലേ. നമ്മളിതേ ഈ പ്ലേറ്റിലാണ് ഇത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എടുത്ത് നോക്കാം എങ്ങനെയായി. ഞാൻ വെച്ചപ്പോൾ അത് വലിയ ഉണ്ടകളായിരുന്നു കേട്ടോ. അപ്പോൾ ചുരുങ്ങി ചെറിയ ഉണ്ടകളായി മാറിയിട്ടുണ്ട്. പക്ഷെ നന്നായി അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ടില്ല, പുറം ഭാഗം മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി ഒന്നും കൂടി നാളത്തെ ഒരു ഉണക്കും കൂടിയും കിട്ടുവാണെങ്കിൽ പിന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പം നാളെയും കൂടി ഇതേ സ്ഥാനത്തൊന്ന് കയറ്റി വെച്ച് നോക്കാം. ഞാനും അച്ചൂസും രാവിലെ എണീറ്റ് പോണതും കൊണ്ടേ ഞങ്ങൾ 7:30 ആകുമ്പോൾ ഇവിടുന്ന് പോകുമല്ലോ. അപ്പോൾ നോക്കി നിൽക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് മേലെ കയറ്റി വെച്ചത് കേട്ടോ. ഭാഗ്യത്തിന് ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ സന്ധ്യ ആകുമ്പോഴൊക്കെ നമ്മളിങ്ങോട്ട് എത്തുകയും ചെയ്തല്ലോ. ഇനി അടുത്ത് അകത്ത് കൊണ്ടേക്കട്ടെ. നാളത്തെ ഓരോ ഉണക്കും കൂടിയും കിട്ടിയത് ക്ലിയർ ആവും എന്ന് വിചാരിക്കണു. ഞാൻ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. സക്സസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.